ഈശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്നും ക്രിസ്മസിൻ്റെ ചിന്തകളിലേക്ക് കടക്കാം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ആഹ്വാനമാണ് ഭയപ്പെടേണ്ട എന്നത്. അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്ന വാക്കാണ്, അല്ലെങ്കിൽ സക്രിയയോട് വരുമ്പോൾ പറയുന്നൊരു വാക്കാണ്, എല്ലാവരോടും പറയുന്നൊരു വാക്ക്. ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സന്ദേശമാണ് ആദ്യം എന്തായിട്ട് വരുന്നത്. ക്രിസ്തുവായിട്ട് ജനായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം ആദ്യമായി കിട്ടുന്നത് എന്താണ്? ഞാൻ അതിൻ്റെ വചനങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇന്നും ചെറിയ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തകളാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭയപ്പെടേണ്ട. ദൈവദൂതനെ കണ്ട് ഭയന്ന സക്രിയയോടും മംഗളവാർത്തയിൽ അസ്വസ്ഥമാകുന്ന മറിയത്തോടും ഉറക്കത്തിനിടെ തിരുപ്പിറവിയുടെ സന്ദേശം ശ്രവിച്ച് പരിഭ്രാന്തരാകുന്ന ആട്ടിടയന്മാരോടും ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ: ഭയപ്പെടേണ്ട എന്ന നിർദ്ദേശമാണ്, വ്യക്തമായ നിർദ്ദേശമാണ് മാലാഖമാർക്ക് നൽകാനുണ്ടായത്. മനുഷ്യന്റെ ഭയങ്ങൾക്കും പേടികൾക്കും അഭയമാകാനുള്ളവന്റെ പിറവിയോടനുബന്ധിച്ച് മറ്റെന്ത് സമാശ്വാസമാണ് വിണ്ണ് മണ്ണിന് നൽകേണ്ടത്? ആദം നീ എവിടെ എന്ന വാത്സല്യപൂർവ്വമുള്ള ദൈവസ്വരം മനുഷ്യന് ഭീതികരമായി തോന്നിയ നാൾ മുതലാണ് ദൈവഹിതരമല്ലാത്ത ഭയങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു കൂടാൻ തുടങ്ങിയത്. അന്ന് മരങ്ങൾക്കിടയിൽ ഒളിച്ച മനുഷ്യനെ ദൈവത്തിൻ്റെ പർദീസിലേക്ക് വീണ്ടും കരം ഗ്രഹിച്ച് നയിക്കാനാണ് ബെത്ലഹേം മലഞ്ചെരുവിൽ ഒരു പുൽക്കൂട് ഒരുക്കപ്പെട്ടത് തന്നെ. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭയപ്പെടേണ്ട എന്ന സൂചന തരുന്ന സന്ദേശം 365 തവണ ആവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ഭയത്തിൻ്റെ ഇടയിൽ ആരും കഴിയരുത് എന്ന ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം ആ നിരീക്ഷണം വരുന്നത്, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന സുവിശേഷങ്ങൾ ദൈവത്തിന് പല ആവർത്തി പറയുന്നുണ്ട്, പലയിടത്തും മാലാഖമാർ പറയുന്നുണ്ട്. ലോകം ഇന്ന് മറ്റൊരു ഏത് കാലത്തെക്കാളും വല്ലാത്ത ഭയം ഗ്രസിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കുടുംബവും സമൂഹവും വ്യക്തികളും എല്ലാം കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ എന്തെല്ലാം വീരശൂര പരാക്രമങ്ങൾ എന്നെല്ലാം നമ്മുടെ ടെക്നോളജി അത്രയധികം ഉയരത്തിൽ പോയാലും അല്ലെങ്കിൽ വികസിച്ചാലും സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ നമ്മളെപ്പോഴും ഓരോ വ്യക്തിയും അവൻ ഉറക്കമുണർന്ന രാത്രി വരെ ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും, ഇപ്പോൾ അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതെനിക്ക് ജോലി കിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്യൂ, പൈസ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതവിടെ മോൾക്ക് അത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിങ്ങനെ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വിസ ഇന്ന് സ്റ്റാമ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ലീവിന് അപ്ലിക്കേഷൻ അത് കൊടുത്തില്ലെങ്കിൽ, സ്വർണം ഇന്ന് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അമ്മായി പിന്നെ അത് ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും. ഇങ്ങനെ മനുഷ്യന്റെ ഭയപ്പാടുകൾ ഒരുപാടുമാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങുന്നവരെ ഉറക്കത്തിലും അവനും ഭയമാണ്. ഭയത്തിൽ അവൻ ഞെട്ടി ഇറങ്ങി നിലവിളിക്കുന്നു. ഇതല്ലേ ഒരു മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ഏത് മനുഷ്യന്റെയും ജീവിതം. അപ്പോൾ ശാസ്ത്രത്തിന്റെ പിൻബലം ഇല്ലാതിരുന്ന ഇരുണ്ട യുഗങ്ങളിൽ ഉത്തരമില്ലാത്ത പല പ്രപഞ്ച രഹസ്യങ്ങളാണ് മനുഷ്യനെ ഭീതിയിലാഴ്ത്തിയിരുന്നത്. എന്നാൽ മനുഷ്യന്റെ ചോദ്യങ്ങൾക്കൊക്കെ യുക്തിസഹമായ ഉത്തരങ്ങൾ നൽകാൻ മാത്രം ശാസ്ത്രം വികാസം പ്രാപിച്ച ഈ കാലത്ത് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത് മറ്റു ചില ഭയങ്ങളാണ്, അല്ലേ? അവ പലതും ശാസ്ത്ര വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഉപോൽപ്പന്നങ്ങളാണെന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. യുദ്ധഭീഷണികൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ജീവിതത്തെ നിരന്തരമായ ഭീതിയിലാഴ്ത്തുന്ന അനേക കാര്യങ്ങൾ മേൽക്കോൽ ഏറി വരികയാണ്. നമുക്ക് കൊറോണയൊക്കെ ഉണ്ടായ ഭയപ്പാടുകളൊന്നും നമുക്കത് വിവരിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടാണ്. പക്ഷെ മനുഷ്യന് പ്രത്യേകത ഉണ്ടെന്നറിയോ? മനുഷ്യൻ ഒരു വാർത്ത കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞാൽ അത് മറന്നു പോകും, അടുത്തിലേക്ക് പോവാണ്. അത് കഴിഞ്ഞാൽ അത് വിട്ടു, അത് മറന്നു. പക്ഷെ മനുഷ്യൻ്റെ മെമ്മറിയിൽ അത് നിൽക്കുന്നില്ല, പോവാണ്. അപ്പോൾ ഇങ്ങനെ. പക്ഷേ ദൈവം എന്നും സ്ഥായിയായ ഒരു ഭാവമാണ്, അല്ലെങ്കിൽ സ്ഥായിയായിട്ട് അവസ്ഥയാണ്. ദൈവം എല്ലാതും നമ്മളിലേക്ക് തരുന്നുണ്ട്.
എല്ലാറ്റിനെയും വരുതിയിലാകണമെന്ന മനുഷ്യൻ്റെ ഗർവിനേറ്റ കനത്ത പ്രകരമായി കോവിഡ് കാലം നമുക്ക് കാണാൻ സാധിക്കും. ഏത് ദിവസവും തനിക്കും ഈ പകർച്ചവ്യാധി പിടിപെട്ടേക്കാം എന്ന ഭയപ്പാടോടെയാണ് ഈ നാളുകളിൽ എല്ലാവരും, ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയിൽ, ഇന്ത്യയിലെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒന്ന് ജീവിച്ചു പോരുന്നത് ഭയപ്പാടോടെയാണ്. നമുക്ക് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അറിയാം. ബാംഗ്ലൂരിൽ നിന്ന് വന്നവരും മറ്റുള്ള സ്റ്റേറ്റിൽ വന്നവർ കേരളത്തിൽ അപ്പാർട്ട്മെൻറ്റിൽ കയറ്റാതിരുന്ന അവസ്ഥകളാണ്. സ്വന്തക്കാർ പോലും സ്വന്തം കുടുംബാംഗങ്ങളെ മുറിയിൽ കയറ്റാത്ത അവസ്ഥകൾ, അകലെന്ന് വടിയോണ്ട് പിടിച്ച് ഭക്ഷണം കൊടുത്ത അവസ്ഥകൾ, കടയിൽ പോകുമ്പോൾ വടിയോണ്ട് പൈസ കൊടുത്ത അവസ്ഥകൾ, ഭക്ഷണം കിട്ടാത്ത അവസ്ഥകൾ, മുടി വെട്ടാൻ പറ്റാത്ത അവസ്ഥകൾ, മനുഷ്യൻ താടി മുടി നീട്ടി വളർത്തിയ അവസ്ഥകൾ എല്ലാം മനുഷ്യരെല്ലാം മറന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട എന്നൊരു ആഹ്വാനമാണ് തിരുപ്പിറവിയുടെ ഏറ്റവും ഹൃദയഹാരിയായ സന്ദേശം. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സൽവാർത്തയാണ് ക്രിസ്മസ്. ഭയപ്പെടേണ്ട എന്നത് തന്നെയാണ് ഈ സൽവാർത്തയുടെ മർമ്മം. എന്താണ് ഭയപ്പെടേണ്ട? പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയുടെ ശാന്തമായ മുഖത്തേക്ക് ധ്യാനാത്മകമായി നോക്കുന്നവരുടെ സകല ഭയങ്ങളും അലിഞ്ഞ് ഇല്ലാതാവുക തന്നെ ചെയ്യും. പൊന്നുമീറ കുന്തിരിക്കയോട് ചേർത്ത് നമ്മുടെ സകല ഭയങ്ങളും അവൻ്റെ തൃപ്പാദങ്ങൾ ഇറക്കി വയ്ക്കാനായിട്ട് ഈ അവസരത്തിൽ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഭയങ്ങൾ മാറ്റിത്തരുന്നവനായ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മാറ്റിക്കളയുന്ന സർവശക്തനായ ദൈവതമ്പുരാൻ്റെ ഈ പിറവി തിരുനാളിലേക്ക് നമുക്ക് അവനോടൊപ്പം ചേർന്ന് നിൽക്കാം. കർത്താവേ, എൻ്റെ ഭയങ്ങൾ നീ വചനങ്ങളിലൂടെ ഞങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭയങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. നിന്നെ സന്തോഷപൂർവ്വം വരവേൽക്കാനും കൃപയോടുകൂടി ക്രിസ്മസ് ദിനങ്ങളിലൂടെ അല്ലെങ്കിൽ നിന്റെ വരവ് കിട്ടിയ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.